ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം നേടാനായി തുനിഞ്ഞിറങ്ങുമ്പോൾ ഉത്സാഹഭരിതവും ഉന്മേഷകരവുമായ ഒരു മനസ്സും നമ്മോടൊപ്പം ഉണ്ടാകണം. ഏതൊരു കാര്യത്തിലും തുടക്കത്തിൽ കാണിക്കുന്ന വീറും വാശിയും പ്രസരിപ്പുമെല്ലാം അതിൻ്റെ അവസാനം വരെ, അതിൻ്റെ വിജയം കാണുന്നതുവരെ അണയാതെ നിലനിർത്തുവാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ശുഭചിന്തയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ ആ ഒരു കാര്യത്തിൽ മുന്നേറുക തന്നെ വേണം. തീർച്ചയായും അതിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ അമിത സമ്മർദ്ദങ്ങളുടെ മേൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ നമ്മെ പലപ്പോഴും തളർത്താറുണ്ട്. അതിനുള്ള കാരണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ സന്ദർഭത്തിൽ കൂടെയുണ്ടാകുമെന്ന് കരുതിയവർ പോലും നമ്മെ മനസ്സിലാകാതെ അകന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർണം പൊള്ളുന്ന ചൂടിൽ ഉരുക്കിയെടുത്ത് ഒരുപാട് അടിച്ചു പരത്തിയാണ് അതിൻ്റെ തിളക്കം കൈവരിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും തളർത്തുമ്പോൾ തിളക്കത്തിൻ്റെ നാളേക്കുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ അതിനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കെത്താൻ, വിജയത്തിലേക്കെത്താൻ അത് കാരണമാകും. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്തുവാൻ ആളുണ്ടാകും. പിന്തിരിഞ്ഞോടുവാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവനും പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ മുന്നേറുക തന്നെ ചെയ്യണം. ജീവിതം മനോഹരമാക്കിയെടുക്കുവാൻ അതിലൂടെ സാധ്യമാകും.